2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യ കളിയിൽ പരാജയത്തോടെയാണ് രാജസ്ഥാൻ റോയൽസ് തുടങ്ങുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരെ നടന്ന മത്സരത്തിൽ 44 റൺസിനാണ് റോയൽസ് തോറ്റത്. ഹൈദരാബാദിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 286 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ റോയൽസിന്റെ മറുപടി 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 അവസാനിച്ചു. ആദ്യ കളിയിൽ ഇതുപോലൊരു പരാജയം നേരിടേണ്ടി വന്നത് രാജസ്ഥാൻ റോയൽസിന് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല. പ്രത്യേകിച്ച് രാജസ്ഥാന്റെ ബൗളർമാർ ഇത്രയ്ക്ക് ദയനീയ പ്രകടനം കാഴ്ചവെച്ചതിൽ ആരാധകർ ശരിക്കും അസ്വസ്ഥരാണ്. അതേസമയം കനത്ത തോൽവിയിലും സഞ്ജുവിന്റെ റോയൽസിന് ആശ്വാസം നൽകുന്നത് അവരുടെ ബാറ്റിംഗ് നിരയുടെ പോരാട്ട വീര്യമാണ്. ഇനി വരുന്ന കളികളിൽ ബൗളർമാരും കൂടി ഫോമിലേക്ക് മടങ്ങിയെത്തിയാൽ രാജസ്ഥാൻ റോയൽസ് വിജയ വഴിയിലേക്ക് ശക്തമായി തിരിച്ചെത്തുമെന്ന കാര്യം ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ആദ്യ കളിയിൽ റോയൽസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. സഞ്ജു സാംസൺ ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരെ രാജസ്ഥാൻ റോയൽസിന്റെ വെടിക്കെട്ട് തുടങ്ങി വെച്ചത്. ഓപ്പണിംഗ് ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു വെറും 37 പന്തുകളിൽ നിന്ന് 66 റൺസാണ് അടിച്ചുകൂട്ടിയത്. 7 ഫോറുകളും 4 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അത്. 14ാമത്തെ ഓവറിൽ സഞ്ജു പുറത്താകുമ്പോൾ രാജസ്ഥാന്റെ സ്കോർ ബോർഡിൽ 161 റൺസ് ഉണ്ടായിരുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറലാണ് ആദ്യ കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും മികച്ച ബാറ്ററായത്. 5ാം നമ്പറിൽ ക്രീസിലെത്തിയ താരം വെറും 35 പന്തുകളിൽ 70 റൺസാണ് നേടിയത്. 5 ഫോറുകളും 6 സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഇത്തവണത്തെ IPL മെഗാ ലേലത്തിന് മുൻപ് ജൂറലിനെ 14 കോടി രൂപയ്ക്ക് ടീമിൽ നിലനിർത്താനുള്ള രാജസ്ഥാന്റെ തീരുമാനത്തിൽ ക്രിക്കറ്റ് വിദഗ്ധർ അടക്കം നെറ്റിച്ചുളിപ്പിച്ചിരുന്നു. അവർക്കുള്ള മറുപടി കൂടിയാണ് ആദ്യ കളിയിലെ താരത്തിന്റെ പ്രകടനം. രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് നിരയിലെ ഏക വിദേശ താരമായ ഷിംറോൺ ഹെറ്റ്മെയറും ആദ്യ കളിയിൽ ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി. 23 പന്തുകളിൽ 42 റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. 1 ഫോറും 4 സിക്സറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ശുഭം ദുബെയും ഹൈദരാബാദിന് എതിരായ മത്സരത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി. വെറും 11 പന്തിൽ 34 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നു. 1 ഫോറും 4 സിക്സറുകളുമാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. ആദ്യ കളിയിലെ പരാജയത്തിനിടയിലും രാജസ്ഥാൻ റോയൽസിന്റെ പോസിറ്റീവാണ് ഈ ബാറ്റിംഗ് പ്രകടനങ്ങൾ. വരും മത്സരങ്ങളിൽ റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ, നിതീഷ് റാണ എന്നിവർ കൂടി ഫോമിലെത്തിയാൽ IPL തന്നെ ഏറ്റവും ശക്തമായ ബാറ്റിംഗ് നിരയുള്ള ടീമായി റോയൽസ് മാറും. തോൽവിയോടെ തുടങ്ങിയ രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം ഈ മാസം 26-നാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഈ കളിയിൽ ടീമിന്റെ എതിരാളികൾ.